ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ ICC ഈവൻസിലെ കറുത്ത കുതിരകളായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്ക കിരീടം ചൂടിയിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഷെഡ്യൂളുകൾ അനൗൺസ് ചെയ്തപ്പോൾ ഇന്ത്യക്ക് കുറച്ച് കടുകട്ടിയായിട്ടുള്ള ഷെഡ്യൂളുകളാണ് വരുന്നത്. പുതിയ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന് കുറച്ച് കടുപ്പമേറിയ യാത്രകളായിരിക്കും ഇനി ഉണ്ടാകുന്നത്. ഇന്ത്യക്ക് മൊത്തം 18 മാച്ചുകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മൊത്തം 9 ടീമുകളാണ് ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലുള്ളത്. സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, വെസ്റ്റ് ഇൻഡീസ്, ശ്രീലങ്ക, ബംഗ്ലാദേശ് ടീമുകളാണ് മൊത്തമുള്ളത്. പാകിസ്ഥാനും അങ്ങനെ 9 ടീമുകളാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഇന്ത്യയുടെ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അതായത് സ്വദേശത്ത് ഇന്ത്യയിൽ നടക്കുന്ന സീരീസുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നേരിടേണ്ടി വരുന്നത് വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ. നിലവിലെ ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയിൽ ടെസ്റ്റ് കളിക്കും. ആ ടെസ്റ്റ് സീരീസാണ് ഇന്ത്യൻ ടീമിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എവേ ഷെഡ്യൂളുകളിൽ ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ശ്രീലങ്ക ഈ 3 ടീമുകളുമായിട്ടാണ് എവേ ടെസ്റ്റുകൾ. പൊതുവേ ഈ ഗ്രൂപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്കയുമായിട്ടും വെസ്റ്റ് ഇൻഡീസുമായിട്ടും വലിയ ഒരു ടൈറ്റ് മാച്ച് വന്നില്ലെങ്കിലും ബാക്കിയുള്ള ടീമുകളെല്ലാം ഇന്ത്യക്ക് നല്ലൊരു വെല്ലുവിളി തന്നെയായിരിക്കും. പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും അതൊരു വെല്ലുവിളിയായി തന്നെ തുടരും. എല്ലാ ടീമുകളുടെയും ടോട്ടൽ മാച്ചുകൾ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ മാച്ച് കളിക്കേണ്ടി വരുന്നത് ഈ ടെസ്റ്റ് സീരീസിൽ, അതായത് ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ 25-27 കാലയളവിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മാച്ച് കളിക്കേണ്ടി വരുന്നത് ഓസ്ട്രേലിയൻ ടീമാണ്. 22 മാച്ചാണ് അവർക്ക് ടോട്ടലി ഉള്ളത്. അതിനുശേഷം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന് 21 മാച്ചും ഇന്ത്യക്ക് 18 മാച്ചും, ന്യൂസിലാൻഡിന് 16 മാച്ചും, നിലവിലെ ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കയ്ക്ക് 14 മാച്ചും, അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനും 14 മാച്ച്, പാകിസ്ഥാന് 13 മാച്ച്, ബംഗ്ലാദേശിന് 12 മാച്ചും, അതുപോലെ തന്നെ ശ്രീലങ്കയ്ക്ക് 12 മാച്ച്. ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ 9 ടീമുകൾ പങ്കെടുക്കുന്ന പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഈ 17-ാം തീയതി കൂടി തുടക്കമായി. ഇന്നത്തോടുകൂടി തുടക്കമായി. ഇന്ന് ബംഗ്ലാദേശും ശ്രീലങ്കയും തമ്മിലുള്ള മാച്ചോടുകൂടി ഈ പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായിരിക്കുകയാണ്. ഇന്ത്യയുടെ മാച്ച് ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ച് 20-ാം തീയതി ആരംഭിക്കും. അങ്ങനെ ഇന്ത്യയും ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പുതിയ ഷെഡ്യൂളുകളിലേക്ക് കിടക്കുകയാണ്. മൊത്തം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 9 ടീമുകളാണ്. ഇടയ്ക്ക് ബോണസ് പോയിന്റ് നിശ്ചയിക്കാനൊക്കെ ICC തീരുമാനിച്ചിരുന്നെങ്കിലും അത് തൽക്കാലത്തേന് അതിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല. അതായത് ഈ ഇന്നിങ്സ് വിജയങ്ങൾ, 10 വിക്കറ്റ് വിജയങ്ങൾ, അങ്ങനെയുള്ള നല്ല മാർജിനുള്ള വിജയങ്ങൾക്ക് ബോണസ് പോയിന്റ് കൊടുക്കാൻ ICC തീരുമാനിച്ചിരുന്നെങ്കിലും ICC ഒരു തോട്ട് മുമ്പോട്ട് കൊണ്ടുവന്നെങ്കിലും അതിനൊന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഇന്ത്യയുടെ മാച്ചുകൾ 20-ാം തീയതി തുടങ്ങുകയാണ്. പുതിയ ക്യാപ്റ്റൻ്റെ കീഴിൽ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമുള്ള ടീമാണ്. നല്ല കുറേ പ്രതിഭകൾ നമുക്ക് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയൊക്കെ അഭാവത്തിൽ വീണ്ടും നമുക്ക് യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, കരുൺ നായർ, അങ്ങനെ എടുത്തു പറയേണ്ട ഋഷഭ് പന്ത്, എടുത്തു പറയേണ്ട നല്ല കാലിബറുള്ള പ്ലേയേഴ്സൊക്കെ ഒരുപാടുണ്ട് ഫ്രണ്ട്സ്. എങ്കിലും പുതിയ ക്യാപ്റ്റൻ്റെ കീഴിൽ ടീം ഇന്ത്യ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എങ്കിലും ഓൾ ദ ബെസ്റ്റ് ടീം ഇന്ത്യ. നല്ല രീതിയിൽ ഇംഗ്ലണ്ടിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ബൈ ഫ്രണ്ട്സ്.